ജീവിച്ചിരിപ്പുള്ള മദീനയിലെ പ്രഗത്ഭനായ പണ്ഡിതൻ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹത്തോട് ഈ വിവാദങ്ങളെ പരാമർശിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ചില പ്രശ്നമുണ്ടായിട്ടുണ്ട്, യാഴിബാദ ഹദീസുമായി ബന്ധപ്പെട്ട് ചർച്ച ഉണ്ടായിട്ടുണ്ട്, രണ്ട് വിഭാഗമായി തിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ചോദ്യം വരികയും അദ്ദേഹം കൊടുത്ത മറുപടിയും കൃത്യമായി നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. ഏതാണ്ട് 10 മിനിറ്റോളമുള്ള ഒരു ഭാഗം, അതിൽ പ്രസക്തമായ ഭാഗം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. يقول: صارت الفتنة بين العوام في بلدنا عن الحديث يا عباد الله أغيثوني، وانقسموا إلى حزبين بسبب هذا الحديث. يا عباد الله حديث വലിയ ഫിത്നയായി സാധാരണക്കാർക്ക് മാറിയിട്ടുണ്ട്. അവർ രണ്ട് വിഭാഗമായി പിരിഞ്ഞിരിക്കുന്നു. പറയട്ടെ. إلى حزبين بسبب هذا الحديث، علما بأنه بدأ المناقشة عن هذا الحديث في وقت المجادلة مع القبوريين، وكلا الحزبين ഖുബൂരികളുമായി തർക്കിക്കുമ്പോഴാണ് ഈ ഹദീസ് ചർച്ചയ്ക്ക് വന്നത് എന്നറിയാം. എന്നാലും അതിനെ പേരിൽ ഇന്ന് വിവാദമായി രണ്ട് വിഭാഗമായി പിരിഞ്ഞിരിക്കുന്നു. يقولان إن هذا الحديث ضعيف، രണ്ട് വിഭാഗം പറയുന്നു ഹദീസ് ളഈഫാണ് എന്ന്. وإن الاستعانة بالجن أو الملائكة فيما لا يقدران عليهما لا يجوز. ജിന്നാവട്ടെ മലക്കാവട്ടെ അവർക്ക് കഴിയാത്ത കാര്യങ്ങളിൽ, കഴിവിനപ്പുറമുള്ള കാര്യങ്ങളിൽ സഹായം ചോദിക്കൽ പാടില്ല, ജായിസ് അല്ല എന്ന് രണ്ടു കൂട്ടരും സമ്മതിക്കുന്നുമുണ്ട്. لكن الطائفة الأولى يقولون إذا يستعان بالجن أو الملك فيما يقدران عليهما. എന്നാൽ ഒരു ഭാഗം പറയുന്നു ജിന്നുകൾക്കും മലക്കും കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ പോലും സഹായം ചോദിക്കാൻ പാടില്ല. هذا شرك أكبر. وأن الذين عملوا بهذا الحديث أشركوا بالله. والطائفة الثانية يقولون إنها حرام ووسيلة إلى الشرك ليست شركا أكبر. لأن ഒരു ഭാഗം പറയുന്നു ഇത് ഷിർക്കാണ്, ഇത് ഏതെങ്കിലും ഇമാമികൾ പണ്ട് അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഷിർക്ക് ചെയ്തവരാണ് എന്നൊരു വിഭാഗം പറയുന്നു. മറുവിഭാഗം പറയുന്നു ഇത് ഷിർക്കല്ല, ഇത് ഹറാമാണ്, ഷിർക്കിലേക്കുള്ള വസീലയാണ് എന്ന് മറുവിഭാഗം പറയുന്നു. إن من العلماء الذين عملوا بهذا الحديث مثل الإمام أحمد وغيره لم يقعوا في الشرك، ونحن أيضا نعتقد بأن الاستعانة بالجن لا تجوز. രണ്ടാമത്തെ വാദം നമ്മുടെയും അഭിപ്രായം ജായിസ് അല്ല, ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നാൽ അമൽ ചെയ്ത ഇമാം അഹ്മദിനെ പോലുള്ള ആളുകളൊന്നും ശിർക്ക് ചെയ്തവരല്ല എന്നാണ് നമ്മൾ പറയുന്നത് എന്ന് രണ്ടാമത്തെ ഭാഗവും പറയുന്നു. شيخنا أحسن الله إليكم، هل الاستعانة بالجن فيما يقدر عليه شرك أكبر أم محرم فقط؟ എന്നൊരു ചോദ്യം എന്താണ്? അപ്പൊ ഷിർക്കിന്റെ ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങളിൽ സഹായം ചോദിക്കുന്നത് ഇസ്ലാമിന് പുറത്തു പോകുന്ന വലിയ ഷിർക്കാണോ? അതിന് ഒരു മറുപടി നൽകണം എന്നാണ് ഈ സന്ദർഭം ഷെയ്ഖിനെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഒരു ചോദ്യമായി ചെല്ലുന്നത്. ഈ ഷെയ്ഖിന്റെ മറുപടി: نحن نقول أولا هذا الحديث ضعيف، ثانيا لا يدل على الاستعانة بالأموات أو بالغائبين أو بالأحياء فيما لا يقدرون عليه. ഒന്ന് ഹദീസ് ളഈഫാണ്, രണ്ട് മരിച്ചവരോട് തേടാൻ ഈ ഹദീസ് തെളിവല്ല, മൂന്ന് ഗായിബിനോട് തേടാനും ഈ ഹദീസ് തെളിവല്ല. هنا هو من باب الاستعانة بالملائكة فيما يقدرون عليه، وهذا لا يخالف القواعد العامة، لأن تقدم معنا يا إخوة أن الاستعانة بالحي القادر فيما يقدر عليه جائزة. ومع ذلك نحن نقول إن الاستعانة بما لا يرى لا تجوز، لأنها ذريعة إلى الوقوع فيما حرم الله، بل إلى الوقوع في الشرك الأكبر. نحن نقول لا يجوز حتى على القول بأنها المقصود يعني أنه ينادي الملائكة أو ينادي الجن، نقول إن هذا لا يجوز سدا للذرائع. ഇത് ഒരിക്കലും ജായിസ് അല്ല, അനുവദനീയമല്ല. ശിർക്കിലേക്കുള്ള മാർഗമാണ്, ശിർക്കിലേക്ക് എത്തിക്കുന്ന വഴിയാണ്. അതുകൊണ്ട് ഇത് അനുവദനീയമല്ല എന്ന് നമ്മൾ പറയുന്നു. എത്ര വ്യക്തമാണ്? എന്താണോ നമ്മൾ വിശദീകരിക്കുന്നത്, ഇത്രയും കാലം വിശദീകരിച്ചത് അത് തന്നെയാണ്. ഇന്ന് ഈ വിഷയങ്ങൾ, വിവാദങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചപ്പോഴും അദ്ദേഹം നൽകിയ മറുപടി ബാക്കി സംഗതി യൂട്യൂബിൽ കിട്ടും. അപ്പൊ സഹോദരങ്ങളെ, ഇത് നമ്മളാരെയും കണ്ടുപിടിച്ചൊരു പുതിയ കണ്ടുപിടുത്തൊന്നുമല്ല.